എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എ പ്ലസ് വിന്നേഴ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ അമർത്തുക, നോട്ടിഫിക്കേഷൻ എളുപ്പം ലഭിക്കുവാൻ വേണ്ടി. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ ഇന്നത്തെ ടോപ്പിക് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് നമുക്ക് നോക്കാം. പാർട്ട്ണർഷിപ്പ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ with the main aim to run a business and share the profit in agreed ratio. ആളുകളുടെ ഒരു കൂട്ടമാണ്, 2-3 അതിലധികമോ ആളുകൾ ചേർന്ന് നടത്തുന്ന ഒരു കൂട്ടമാണ്. എന്തിനു വേണ്ടി? ഒരു ബിസിനസ് നടത്താൻ വേണ്ടി. എന്നിട്ട് അതിൻ്റെ ലാഭവും നഷ്ടവും അവരെങ്ങനെ ഷെയർ ചെയ്യും, അവർ തമ്മിൽ തീരുമാനിക്കുന്ന ഏത് അളവാണോ ആ അളവിൽ ഷെയർ ചെയ്യുന്നു. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 4 എന്താണ് പറയുന്നത്? പാർട്ട്ണർഷിപ്പ് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ 2 or more person who have agreed to share the profit of a business carried on by all or any one of them acting for all. 2 അതിലധികമോ ആളുകൾ ചേർന്നിട്ടുള്ള ഒരു അസോസിയേഷനാണ്, ഒരുമിച്ചുള്ളൊരു ബന്ധമാണ്. എന്തിനു വേണ്ടി? ഒരു ബിസിനസ് നടത്താൻ വേണ്ടി. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ആരെങ്കിലും ഒരാൾ ആ ബിസിനസ് നടത്തുകയും മറ്റുള്ളവരവർ സഹകരിക്കുകയോ അല്ലെങ്കിൽ എല്ലാവരോടും ചേർന്ന് ആ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് ഭരണം നടത്തുകയോ ചെയ്യും. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അവിടെ ലാഭം വിഹിതിച്ചെടുക്കുന്നത് അവർ തമ്മിലുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള ധാരണയനുസരിച്ച് ആയിരിക്കും. ഓണേഴ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ആർ കളക്റ്റീവ്ലി കോൾഡ് ആസ് ഫേം. പാർട്ട്ണർഷിപ്പിൻ്റെ ഓണേഴ്സിനെ എല്ലാവരും കളക്റ്റീവായിട്ട് ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഫേം എന്ന് വിളിക്കുന്നത്. ഇൻഡിവിജ്വലി ഓരോരുത്തരെയും വിളിക്കും പാർട്ട്നേഴ്സ് എന്നും വിളിക്കും. ദ നെയിം അണ്ടർ വിച്ച് ദ ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ ഈസ് നോൺ ആസ് ഫേം നെയിം. അപ്പോൾ ഈ സ്ഥാപനത്തെ വിളിക്കുന്ന പേര് ഫേം നെയിം എന്നായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടോപ്പിക് അടുത്തതിലേക്ക്. ഫീച്ചേഴ്സ്. 1. A partnership form of business is governed by Indian Partnership Act 1932. It's come into existence through a legal agreement. പാർട്ട്ണർഷിപ്പ് യഥാർത്ഥമായി ഫോം ചെയ്യേണ്ടത് ലീഗൽ എഗ്രിമെൻ്റ് പ്രകാരമാണ്. കാരണം നാളെ ഒരു കേസ് ഉണ്ടായാൽ അതിന് ഇതിൽ പ്രകാരം 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തായിരിക്കണം. എങ്കിൽ മാത്രമേ ആ കേസിന് വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നുള്ളൂ. 2. ഷെയറിംഗ് എ പ്രോഫിറ്റ് ഓർ ലോസ്. ദ പ്രോഫിറ്റ് ഷാൽ ബി ഷെയർഡ് എമംഗ് ദ പാർട്ട്നേഴ്സ് ഇൻ ആൻ എഗ്രീഡ് റേഷ്യോ. ഹൗഎവർ ദേ ഓൾസോ ഷെയർ ലോസസ് ഇൻ ദ സെയിം റേഷ്യോ. ഒരിക്കലും ബിസിനസ് നടത്തുന്നത് നഷ്ടത്തിന് വേണ്ടിയല്ല. അതുകൊണ്ട് നഷ്ടം ഷെയർ ചെയ്യാമെന്ന് പറയത്തില്ലെങ്കിൽ കൂടി നഷ്ടവും ലാഭവും എപ്പോൾ പാർട്ട്ണർഷിപ്പ് ആരംഭിക്കുന്നോ അന്നേരം പാർട്ട്നേഴ്സ് തമ്മിൽ തീരുമാനിക്കുന്ന റേഷ്യോ എന്താണോ അതിൻ പ്രകാരം പങ്കുവെച്ച് കൊടുക്കുന്നതായിരിക്കും. അവർ തീരുമാനിക്കുകയാണ്, എനിക്ക് കൂടുതൽ ഭാഗം, നിനക്ക് കുറവ് ഭാഗം, നമുക്കെല്ലാം തുല്യ ഭാഗം, നിനക്ക് കൂടുതൽ ഭാഗം, എനിക്ക് കുറവ് ഭാഗം. ഇങ്ങനെ അവർ തീരുമാനമെടുക്കുന്നു, ആ തീരുമാനത്തിനനുസരിച്ച് ലാഭവും ഒപ്പം തന്നെ നഷ്ടവും അവർ തമ്മിൽ പങ്കിടുന്നു. അടുത്തത് എക്സിസ്റ്റൻസ് ഓഫ് എ ബിസിനസ്. ഇറ്റ് ഈസ് formed out of the purpose of carrying a lawful business. ഈ ബിസിനസ് നടത്തുന്ന എന്തുദ്ദേശവുമായിട്ടാണോ അതിനനുസരിച്ചായിരിക്കും എക്സിസ്റ്റൻസ് വരുന്നത്. അതിൻ്റെ ഒരു പർപ്പസ് അനുസരിച്ച് അത് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. ചില പാർട്ട്ണർഷിപ്പ് ഉണ്ടാകുന്നത് ഒരു ചെറിയ പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കും. എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയത്, ആ ബിൽഡിംഗ് പണി തീരുന്നതോടെ ആ പാർട്ട്ണർഷിപ്പ് തീരുകയാണ്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ് പറയുന്നത്. മ്യൂച്വൽ ഏജൻസി. ദ പാർട്ട്ണർഷിപ്പ് ബിസിനസ് മേ ബി ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ. ദസ് ഈച്ച് പാർട്ട്ണർ ഈസ് പ്രിൻസിപ്പൽ ആൻഡ് സോ ക്യാൻ ആക്ട് ഇൻ ഹിസ് ഓൺ റൈറ്റ്. അറ്റ് ദ സെയിം ടൈം ഹി ക്യാൻ ആക്ട് ഓൺ ബിഹാഫ് ഓഫ് അതർ പാർട്ട്നേഴ്സ് ആസ് ദെയർ ഏജന്റ്. എല്ലാവരും ചേർന്നാണ് ഈ ബിസിനസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിൻ്റെ അധികാരിയും എല്ലാവരും അതിൻ്റെ ഏജൻസുമാണ്. ഇത് വളർത്തേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. ഇത് തളരുന്നാൽ എല്ലാവർക്കുമാണ്. അതുകൊണ്ട് തന്നെ പരസ്പര ബന്ധിതമായി ഒരു മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ്സിൽ കൂടി പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ സുപ്പീരിയർന്നോ ബാക്കി പാർട്ട്നേഴ്സ് എല്ലാം സബോർഡിനേറ്റ്സ് എന്നോ ഒന്നും അർത്ഥമില്ല. എല്ലാവരും ഒരുമിച്ച് ചേർന്നുള്ള ഒരു ബിസിനസ്സാണ് എന്നർത്ഥം. അടുത്തതിലേക്ക്. നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. എത്ര പാർട്ട്നേഴ്സ് ഉണ്ട്? ദ മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് നീഡഡ് ടു സ്റ്റാർട്ട് എ പാർട്ട്ണർഷിപ്പ് ഫേം ഇസ് 2. 2 പേരുണ്ടായെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം ഇല്ലെങ്കിൽ അത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ഒരാൾ മാത്രമായാൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പായി മാറും. അതുകൊണ്ട് 2 പേരെങ്കിലും ഉണ്ടായേ പറ്റത്തുള്ളൂ. അക്കോർഡിംഗ് ടു സെക്ഷൻ 64 of Indian Companies Act 2013,
നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം ക്യാൻ ബി 100. മാക്സിമം നമ്പർ 100 വരെ ആകാം. സബ്ജക്ട് ടു ദ നമ്പർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഗവൺമെൻറ്. അതായത് സമയത്ത് ഗവൺമെൻറ് പറയുന്ന നിർദ്ദേശം അനുസരിച്ച് 100 വരെ ആകാം. As per the Rule 10 of the Companies Miscellaneous Rules 2014, at present the maximum number of members can be 50. കമ്പനീസിൻ്റെ മിസലേനിയസ് റൂൾ 2014 അനുസരിച്ച് മാക്സിമം നമ്പർ 50 ആണ്. അടുത്തത് 6 അൺലിമിറ്റഡ് ലയബിലിറ്റി. ഈ ലയബിലിറ്റി അൺലിമിറ്റഡ് എന്താ ലിമിറ്റഡ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി പറയുകയുണ്ടായി. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാധ്യത തീർക്കാനായി പാർട്ട്നേഴ്സിൻ്റെ വ്യക്തിഗതമായ സ്വത്തിനെയും എടുക്കാനായിട്ട് സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ സാഹചര്യം ഉണ്ട്, അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ട്ണർഷിപ്പിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. നിങ്ങൾക്കറിയാമല്ലോ, പലരും ചേർന്നാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാകുന്നത്. അതിലേതെങ്കിലും ഒരു പാർട്ട്ണർ മരിച്ചാൽ, അല്ലെങ്കിൽ പാർട്ട്ണർ ഇൻസോൾവൻസി ആയാൽ, പാപ്പരായാൽ, ആ പാർട്ട്ണർഷിപ്പ് അവിടെ തീരുക. പിന്നെ പുതിയ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കണം. ഇവർ തമ്മിൽ പുതിയ കരാർ ഉണ്ടാക്കണം. അത് പുതിയൊരു പാർട്ട്ണർഷിപ്പാണ്. നമ്മൾ നോക്കുമ്പോൾ ബിസിനസ്സിൻ്റെ പേരും ഒന്നും മാറി കാണത്തില്ല, പക്ഷേ അകത്ത് മറ്റൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരിക്കും. അതായത് ആളുകൾ പുതിയ റേഷ്യോ തീരുമാനിച്ചിരിക്കും. ദി ഡെത്ത്, റിട്ടയർമെൻറ്റ്, ഇൻസോൾവൻസി ആൻഡ് ഇൻസാനിറ്റി ഓഫ് എനി പാർട്ട്ണർ ക്യാൻ ബ്രിങ് ആൻ എൻഡ് ടു ദ ബിസിനസ്. ആൻഡ് 8ാമത്തേത് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് നോട്ട് കമ്പൽസറി. അത്ര നിർബന്ധമൊന്നുമില്ല പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യണമെന്ന്. എന്നാൽ എന്തെങ്കിലും ഒരു കേസോ മറ്റു കാര്യങ്ങളോ വരികയാണ് എങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യവുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുക. കൂടുതൽ വീഡിയോകൾക്കായി A+ സന്ദർശിക്കുക. എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.